എല്ലാവർക്കും നമസ്കാരം. 2025 നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഇത്രയും ചൈതന്യമുള്ള ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റ് ആവാൻ ഈ ഒരു ഭാഗ്യം ലഭിക്കുക എന്നുള്ളൊരു നിയോഗം തന്നെയായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു സത്യപ്രതിജ്ഞ എഴുതി ഈ ഒരു വർഷക്കാലം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്നുള്ള അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഞങ്ങൾ ജനുവരി 1 തീയതി ഇവിടെ സത്യപ്രതിജ്ഞ എടുത്ത് തുടങ്ങുന്ന സമയത്ത് എൻ്റെ കൂടെ ഞങ്ങളൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒരു 14 പേരുടെ ടീമാണ് അവിടെ അന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയത്. വളരെ ക്ലിയർ ആയിട്ടുള്ള വിഷനും ഗോൾസും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്കുണ്ടായിരുന്നു. അതെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചു എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിക്കട്ടെ. കൂടെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മളെല്ലാവരും ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആളുകളാണ്. കൂടെ തന്നെ നമ്മുടെ ഈ ഒരു അമ്പലത്തിന് വേണ്ടിയിട്ട് വോളണ്ടിയർ ചെയ്യായിരുന്നു. ഓരോരുത്തർക്കും അവരവരുടെ റോളുകൾ വളരെ ഡിഫൈൻഡ് ആയിട്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഓരോ റോളുകളും കീ റോൾസാണ്. എല്ലാ റോളുകളും അതിനകത്ത് പ്രസിഡൻ്റ് ആവട്ടെ, സെക്രട്ടറി ആവട്ടെ, ട്രഷറർ ആവട്ടെ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവട്ടെ, അഡ്ജന്റ് ഡയറക്ടർ ആവട്ടെ, അങ്ങനെ ഒന്നും അതിനകത്തൊരു കാറ്റഗറൈസേഷൻ ഉണ്ടായിരുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു നല്ലൊരു ടീമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. എല്ലാ വർഷങ്ങളിലും ചെയ്ത കാര്യങ്ങളിനേക്കാൾ അടുത്ത ലെവലിൽ എന്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലായിരുന്നു ഞങ്ങൾ എന്നും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് പൊതുജന പ്രാതിനിധ്യം എങ്ങനെ കൂട്ടാം, എല്ലാവരെയും എങ്ങനെ അമ്പലത്തേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു കാര്യങ്ങളിലായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നത്. അത് വളരെ നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ കഴിയും. കൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മളുടെ ഈ ഒരു ടെമ്പിളിൻ്റെ ഏറ്റവും വലിയ പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റാണ് പ്രീസ്റ്റ് ക്വാർട്ടേഴ്സ് ഡൈനിങ് ഹാൾ കിച്ചൺ എന്നുള്ള ഈ ഒരു പ്രൊജക്റ്റ്. വർഷങ്ങളായിട്ട് ഞങ്ങളതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിരുന്നെങ്കിലും ദൈവം സഹായിച്ച് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഞങ്ങൾക്ക് അത് ഫെബ്രുവരി മുതൽ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളും തുടങ്ങാൻ സാധിച്ചു. ഇന്ന് നിങ്ങളിവിടെ അമ്പലത്തിൻ്റെ പിൻവശത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കംപ്ലീറ്റ് സ്ട്രക്ചർ ആയിട്ട് നിൽക്കുന്ന നമ്മുടെ പ്രീസ്റ്റ് ക്വാർട്ടേഴ്സ് ഡൈനിങ് ഹാൾ ആൻഡ് കിച്ചൺ. അതിനകത്തെ കുറച്ച് പണികളാണ് ഇനി മെയിൻലി ചെയ്യാനുള്ളത്. ഇത്രയും ഈ ഒരു ബോർഡിൻ്റെ ഈ ഒരു ബലം കൊണ്ടും നിങ്ങളുടെ ഇവിടെ വന്ന എല്ലാ ഡിവോട്ടീസിൻ്റെയും സഹകരണം കൊണ്ട് മാത്രമാണ് നമുക്കിത് സാധിച്ചത്. ഇതിനു വേണ്ടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത, അല്ലെങ്കിൽ ഈ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാ സ്പോൺസേഴ്സിനും എല്ലാവരും ഞാനിപ്പോൾ ഓർക്കുന്നു. ഇതിനെല്ലാം പുറമെ ഞാൻ എന്നും പറയുന്ന പോലെ ഈ ഒരു ക്ഷേത്രം നമ്മുടെ ഈ ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഹ്യൂസ്റ്റണിൽ ഇവിടെ സാധ്യമാക്കി തന്ന നമ്മളുടെ എല്ലാ സീനിയേഴ്സിനെയും ഞാൻ ഒരുപാട് ഓർക്കുന്നു. ഈ ഒരു നിമിഷത്തിൽ വന്നുപോയ എല്ലാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ട്രസ്റ്റി ബോർഡ് മെമ്പേഴ്സ് എല്ലാവരോടുമുള്ള നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. കാര്യം അവരെല്ലാമാണ് ഞങ്ങൾക്ക് ഈ ഒരു അടിത്തറ പാകി തന്നത്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഈ ഒരു വർഷം ഇതുവരെ നടന്ന കാര്യങ്ങൾ ഞങ്ങൾ അതിലും നന്നായിട്ട് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളത് ഞങ്ങളുടെ ഈ ഒരു ഹോൾ ടീമിൻ്റെ ബലത്തിൽ മാത്രമാണ് സാധിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളെ അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിവിടെ ഒരു ക്ലോസിങ് വീഡിയോ ഇയറിൽ ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിങ്ങൾ എന്നും വരുമ്പോൾ ഇവിടെ പൂജയും കാര്യങ്ങളും നടക്കുന്നത് കാണാം. കൂടെ തന്നെ എത്രയോ ഫെസ്റ്റിവൽസ്, എത്രയോ പ്രോഗ്രാമുകൾ ഈ വർഷം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉത്സവമാവട്ടെ, ഓണമാവട്ടെ, ശ്രീകൃഷ്ണ ജയന്തി ആവട്ടെ, സപ്താഹമാവട്ടെ, ഇപ്പം 41 ദിവസത്തെ ശബരിമല കാലം, എല്ലാ കാര്യങ്ങളും മണ്ഡലകാലം എല്ലാം വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെയോ ഞങ്ങൾ 2-3 പേരുടെയോ അല്ല, ഈ ഒരു ഹോൾ ബോർഡിൻ്റെ സപ്പോർട്ടായിരുന്നു. കൂടെ തന്നെ എന്നും ഞാൻ പറയുന്ന പോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അതേപോലെ തന്നെ നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിളിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കീ ടീമാണ് ട്രസ്റ്റി ടീം എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ബോർഡിൽ നിന്ന് പോകുന്ന ആളുകളാണ്. ബോർഡിൽ നിന്ന് പോകുന്ന പ്രസിഡൻറ്റും എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സുമാണ്. അവരുടെ ഒരു സപ്പോർട്ടും ഗൈഡൻസും ഞങ്ങൾക്ക് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. അതും അതിൻ്റെ ഒരു ആഡ് ഓൺ കാര്യമാണ്, വാല്യൂ അഡീഷൻ ആയിരുന്നു. അവരുടെ ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് നിർദ്ദേശങ്ങളും ആവശ്യമുള്ള സമയത്തെല്ലാം കിട്ടിയിരുന്നു. ഇതെല്ലാം കൊണ്ടാണ് ഈ ഒരു വർഷം ഇത്രയും മനോഹരമായി, ഇത്രയും അമ്പലത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഓരോ ബോർഡ് മെമ്പേഴ്സിനെയും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവരെയും അവരെ നിങ്ങളിലേക്ക് ഞാൻ അറിയിക്കാൻ പോവുകയാണ്. 2025 നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിളിലെ ബോർഡിലെ സീനിയർ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള 2 പേരാണ്, അല്ലെങ്കിൽ 2 റോളുകളാണ് ഈ പറഞ്ഞ പോലെ തന്നെ പ്രസിഡൻ്റ് കൂടെ ട്രഷറർ ആൻഡ് സെക്രട്ടറി, മെയിൻ കീ റോൾസ് എന്ന് തന്നെ പറയാം. അപ്പോൾ അതിനകത്ത് ഈ 2 റോളുകളും എടുത്ത 2 പേരാണ് എൻ്റെ കൂടെ ഉള്ളത്. സുരേഷ് കരുണാകരൻ, അതുപോലെ തന്നെ വിനോദ് നായർ. ഈ 2 പേരും എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മളങ്ങനെ ഒരു കട്ടയ്ക്ക് നിന്നിട്ടാണ് ഈ ഒരു വർഷം വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. വളരെ ഈസി ആയിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം എല്ലാ കാര്യങ്ങളും നമ്മളിലൂടെ ആയിരുന്നു പോയിരുന്ന കാര്യം. എനിക്ക് പല കാര്യങ്ങളും ടെൻഷൻ ഫ്രീ ആക്കി തന്നത് 2 പേരാണ്. അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒരുപാട് നന്ദി 2 പേർക്ക് കേട്ടോ. ഒരുപാട് നന്ദി. നമ്മുടെ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിലെ വൺ ഓഫ് ദ ഏറ്റവും കീ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ട്രഷറർ എന്നുള്ളൊരു പൊസിഷൻ. ആ ഒരു ട്രഷറർ റോള്
വളരെ നന്നായിട്ട് എന്താ പറയുക, ഇത്രയും നന്നായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വാക്കുകളില്ല. കാരണം ഇതൊന്നും നമുക്ക് ഈ 2-3 ലൈനിൽ പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. എന്നിരുന്നാലും അത് ഞങ്ങൾക്ക് ഇവിടെ അറിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. അപ്പോൾ എൻ്റെ കൂടെ ഈ ഒരു വർഷം എൻ്റെ എന്താ പറയുക തോളോട് ചേർന്ന് വർക്ക് ചെയ്ത ഏറ്റവും അത്രയും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കൂടെയുള്ള ഒരാളാണ് സുരേഷ് കരുണാകരൻ. അദ്ദേഹമാണ് നമ്മളുടെ ഈ ഒരു വർഷത്തെ അമ്പലത്തിൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിളിൻ്റെ ട്രഷറായിട്ട് വർക്ക് ചെയ്തിരുന്നത് 2025 ജാനുവരി മുതൽ. അപ്പോൾ കണക്കുകൾ എന്നുള്ള കാര്യങ്ങളിൽ എത്രയും നന്നായിട്ട് അത് പെർഫെക്റ്റ് ആക്കാൻ പറ്റൂ, ബുക്ക് ഓഫ് റെക്കോർഡ്സ് അത്രയും നന്നായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റൂ. ആ ഒരു ഏരിയ എനിക്ക് നോക്കേണ്ട ഒരു കാര്യം പോലും വന്നിട്ടില്ല സുരേഷ് ചേട്ടൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ. ഈവൺ ദോ അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അക്കൗണ്ടിങ് സൈഡ് ഒന്നും അല്ലായിരുന്നിട്ടും ഇത്രയും നന്നായിട്ട് അത് എത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് ചെയ്യാൻ സാധിച്ചു. അതിനകത്ത് യാതൊരു ചോദ്യങ്ങളും എനിക്കില്ല, കാര്യം അത്രയും നന്നായിരുന്നു. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഒരു വൺ ഓഫ് ദ മെയിൻ റോൾ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ വർഷം വലിയൊരു റോളായിരുന്നു കൺസ്ട്രക്ഷൻ എന്നുള്ള കാര്യം. നമുക്കെല്ലാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റായിരുന്നു നമ്മുടെ പ്രീസ് ക്വാർട്ടേഴ്സ് ഡൈനിങ് ഹാൾ ആൻഡ് കിച്ചൺ എന്നുള്ള ഈ ഒരു കാര്യം. അപ്പോൾ അതിനകത്ത് ഒരു കൺസ്ട്രക്ഷൻ്റെ അല്ലെങ്കിൽ സിവിൽ സൈഡോ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളുകളും നമ്മളുടെ ഈ ബോർഡിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വളരെ എന്താ പറയുക, ഞാൻ തന്നെ എടുക്കാം, എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസോടെ മുന്നോട്ട് വന്ന് കഴിഞ്ഞ വർഷം തന്നെ അത് പിച്ചിങ് ചെയ്ത് ഈ വർഷം അത് ത്രൂ ഔട്ട് എൻഡ് ടു എൻഡ് ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ഒരു പ്രീസ് ക്വാർട്ടേഴ്സ് ആൻഡ് ഡൈനിങ് ഹാൾ ഇവിടെ ഓൾറെഡി നിർമ്മിതമായി കഴിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് കാണാം ഔട്ട് സൈഡ് അതിൻ്റെ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കും ഔട്ട് സൈഡ് കംപ്ലീറ്റ്ലി തീർന്നിട്ടായിരിക്കണം. അത് കംപ്ലീറ്റ്ലി ലീഡ് ചെയ്ത് നമ്മുടെ സുരേഷ് ചേട്ടൻ തന്നെയായിരുന്നു. സുരേഷ് ചേട്ടൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ പറഞ്ഞ നമ്മുടെ കോൺട്രാക്ടറുടെ കൂടെ എൻഡ് ടു എൻഡ് അതിൻ്റെ കൂടെ സിവിൽ ഡിസ്കഷൻസ്, അത് എഞ്ചിനീയറിംഗ് ഡിസ്കഷൻസ്, എല്ലാ കാര്യങ്ങളും ഇതൊന്നും എനിക്ക് അറിയേണ്ടി വന്നിട്ടില്ല കേട്ടോ, സത്യം പറയാം. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രഷർ റോളിൻ്റെ കൂടെ ഡ്യുവൽ റോൾ ആക്ട് ചെയ്ത് ഇത്രയും നന്നായിട്ട് അത് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ താങ്ക് യു സുരേഷ് ചേട്ടാ, ആ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് താങ്ക് യു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സെക്രട്ടറി എന്നുള്ള റോള്, ഇപ്പം ഏതൊരു ഓർഗനൈസേഷൻ്റെയും ഒരു സെക്രട്ടറി എന്നുള്ള റോളിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള റോളാണ്. അത് ആ ഡെഫിനേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനേക്കാളൊക്കെ പുറമെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ ഒരു വർഷത്തെ നമ്മുടെ അമ്പലത്തിൻ്റെ സെക്രട്ടറിയായിട്ട് വിനോദ് നായർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വിനോദ് നായർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നൊന്നല്ല ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് മെയിൻലി ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഓൾവേസ് വിനോദിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് വളരെ ഈസി ആയിട്ട് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വൺ ഓഫ് ദ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ എല്ലാ വർഷങ്ങളിലും നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ അതിനകത്ത് ഉത്സവം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓണം വരുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും വീണ്ടും നമ്മൾ ആ ഒരു സമയമാവുന്ന സമയത്ത് വീണ്ടും അത് ആദ്യം മുതൽ ആലോചിച്ചിട്ടാണ് ചെയ്യാറ്. എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പ്രീവിയസ് കാര്യങ്ങൾ എടുത്ത് തപ്പി അങ്ങനെ അതൊക്കെ എത്രത്തോളം നന്നായിട്ട് സുഖകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ ഒരു കാര്യം വിനോദിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾക്കും, അപ്പോൾ ഉത്സവത്തിനാവട്ടെ ഓണത്തിനാവട്ടെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു SOP ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്താണോ നമ്മൾ ഇത്രയും നാൾ ചെയ്തത് അത് മൊത്തം ഒരു ഡോക്യുമെൻറ്റേഷൻ ആക്കുന്നു അല്ലേ. ഈ ഒരു SOP ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന വർഷങ്ങളിൽ വീണ്ടും നമ്മൾ ഫ്രം ദ സ്റ്റാർട്ടിങ് ചെയ്യാണ്ട് ഇതിനെ ഒരു ഗ്രോയിങ് ഡോക്യുമെൻ്റ് പോലെ കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു കാര്യം അത്രയും നന്നായിട്ട് വിനോദ് എല്ലാ പ്രോഗ്രാമുകൾക്കും വേണ്ടിയിട്ട് ഈ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് താങ്ക് യു. ആളുകൾക്ക് എത്രത്തോളം അറിയുമെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെയിൻ കാര്യം എടുത്ത് പറഞ്ഞത്. ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങളുണ്ടോ. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വർഷം മുതൽ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ എന്ത് പ്രോഗ്രാം വരുന്ന സമയത്തും അതിനകത്ത് രജിസ്ട്രേഷൻ ലിങ്കുകൾ വെക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോം ഓട്ടോമേഷൻ്റെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൻ്റെ വരെ രജിസ്ട്രേഷൻ ഫോംസ് എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെയിൻലി പറയുന്നത് നമ്മുടെ ഉത്സവത്തിൻ്റെ സമയത്താണ്. ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ അതിനകത്ത് എത്ര പ്രോഗ്രാമുകൾ വരുന്നുണ്ട്, ഈ പ്രോഗ്രാമുകൾ മൊത്തം ഓട്ടോമേറ്റ് ചെയ്ത് ഫോമിലൂടെ കയറി അത് കറക്റ്റ് ടൈമിൽ എങ്ങനെയൊക്കെ ആരൊക്കെ എന്തൊക്കെ ഡീറ്റെയിൽസ് ഇതെല്ലാം വിനോദിൻ്റെ ഈ ഒരു ബ്രെയിൻ വർക്കാണെന്നേ പറയാനുള്ളൂ. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും സുഖമായിട്ട് ഇപ്പോൾ ചെയ്തു വെച്ചിട്ടാണുള്ളത്. ഇനി വരുന്ന വർഷങ്ങളിൽ ഇതൊന്ന് റീയൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് വരുന്ന കമ്മിറ്റികൾക്കുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരുപാട് താങ്ക് യു വിനോദ്, പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച്. ഈ ബോർഡിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തു. ഈ ഒരു പുതിയ ഒരു ഗ്രൂപ്പായിട്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ട് എല്ലാവരും കുറേ പേര് പരിചയപ്പെട്ടത്. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അമ്പലത്തിൻ്റെ എന്ത് കാര്യങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യമാണ് അമ്പലത്തിനകത്ത് നടക്കുന്ന ഫെസ്റ്റിവൽസ് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒന്നല്ല ഒട്ടനവധി ഫെസ്റ്റിവൽസാണ് നമ്മുടെ ഈ ഒരു ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ ഈ ഒരു വർഷം ഇറങ്ങിയേറിയത്. അതിനകത്ത് പറഞ്ഞു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെസ്റ്റിവൽ ചെയറിൻ്റെ റോൾ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോളാണ്.
അപ്പോൾ ആ റോൾ ഈ വർഷം എനിക്ക് വേണ്ടി എൻ്റെ കൂടെ നിന്ന് ജനുവരി 1 മുതൽ ഇന്നേ ദിവസം വരെയും കൈകാര്യം ചെയ്ത് മറ്റാരുമല്ല അനിൽ ഗോപിനാഥ്. താങ്ക് യു അല്ലേട്ടാ, താങ്ക് യു, ഒരുപാട് താങ്ക് യു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വർഷം തുടങ്ങിയ ആദ്യത്തെ ദിവസം മുതൽ നമ്മൾ അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും ഡിസ്കഷൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒട്ടനവധി ഐഡിയാസുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ കൂടെയുള്ള ഒരാളാണ്. മുന്നെയൊക്കെ ബോർഡുകളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു വന്ന ഒരാളായതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒരുപാട് ഉപകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ പൊങ്കാല തുടങ്ങി, പിന്നെ ഉത്സവം. എനിക്ക് ഉത്സവം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഈ ഉത്സവം സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസം നമ്മളിവിടെ ഉത്സവം നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 ദിവസത്തിൻ്റെ മുന്നേ ഉള്ള ബാക്ക്ഗ്രൗണ്ട് വർക്ക് എന്ന് പറഞ്ഞാൽ 10, 15, 20 ദിവസങ്ങൾ നമ്മൾ അതിൻ്റെ ബാക്കിൽ ഇൻ പേഴ്സൺ ഇവിടെ വന്ന് അത് എങ്ങനെയൊക്കെ ഇവിടുത്തെ ആളുകളുടെ കൂടെ നിന്ന് വർക്ക് ചെയ്ത് അത് ഫിനിഷ് ചെയ്യുക എന്നുള്ളൊരു കാര്യം, അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമുകൾ നടക്കും, ഇവിടുത്തെ പൂജകൾ നടക്കും, ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നടത്തുന്ന ആ കംപ്ലീറ്റ് കാര്യങ്ങൾ രാവിലെ പകലില്ലാണ്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം. ഒരുപാട് താങ്ക് യു അല്ലേട്ടാ, അത് പറയാൻ കഴിയില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാനത് ഇപ്രാവശ്യം കണ്ടറിഞ്ഞിട്ടുള്ളതാണ് ആ എല്ലാ ദിവസങ്ങളിലും ഇവിടെ നിന്നതുകൊണ്ട്. അപ്പോൾ ഇവിടെ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് എടുത്ത് കൊണ്ടുവന്ന് അവിടെ ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മുതൽ അതിൻ്റെ എൻഡ് ടു എൻഡ് കേട്ടോ. ഇവിടെ എല്ലാവരും കഴിഞ്ഞ് അടച്ച് പോകുന്ന സമയം വരെ അദ്ദേഹം ഇവിടെ എന്നും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഉത്സവം, അതുപോലെ തന്നെ ബാക്കി ഇവിടെ നടന്ന ശ്രീകൃഷ്ണ ജയന്തി, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകളെല്ലാം ഒറ്റയ്ക്ക് അത് മുന്നോട്ട് ലീഡ് ചെയ്ത് ഞങ്ങളെ കൂടെ നിർത്തി ആ കാര്യങ്ങൾ മൊത്തം ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ടെൻഷൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. കൂടെ ഉണ്ടായിരുന്നു ഇതേപോലെ ഒരാളുണ്ടായിരുന്നു, ഇതേപോലെ എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ടായിരുന്നുകൊണ്ടും. അപ്പോൾ വീണ്ടും പറയുകയാണ്, ഇദ്ദേഹം ഈ വർഷം ചെയ്ത കോൺട്രിബ്യൂഷൻ പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. അത്രയും സന്തോഷം, ഒരുപാട് സന്തോഷം. ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. താങ്ക് യു സുബിൻ, താങ്ക് യു. എല്ലാവരും വെൽ ഡൺ ടീമായിരുന്നു, അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റും. താങ്ക് യു. എൻ്റെ കൂടെയുള്ള ഇനി വരാൻ പോകുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഇദ്ദേഹത്തിന് ഒരു സ്പെസിഫിക് റോളൊന്നും എടുത്ത് പറയില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ല, എല്ലാ റോളുകളിലും അതിൻ്റെ കൂടെ നിന്ന് എല്ലാ സപ്പോർട്ടും അത്രയും ബാക്ക് എൻഡ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെയുള്ളത്. മറ്റാരുമല്ല, സുരേഷ് കണ്ണോളിൽ. ചേട്ടാ, ഒരുപാട് സന്തോഷം കൂടെ നിന്നതിന് ത്രൂ ഔട്ട് ദ ഇയർ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് ഒരു കാര്യം എടുത്ത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫെസ്റ്റിവലാണോ അദ്ദേഹം അവിടെയുണ്ട്, ഫുഡിൻ്റെ കാര്യങ്ങളാണോ അവിടെയുണ്ട്, ഓണമാണോ അതിൻ്റെ അവിടെയുണ്ട്, അതുപോലെ ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും ഒരു എക്സാമ്പിൾ പെട്ടെന്ന് ഓർത്തു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉത്സവം സമയത്ത് അവസാനം ആറാട്ട് ദിവസം അല്ലേ, ആറാട്ട് ദിവസം ആറാട്ട് കുളം എന്നുള്ളൊരു സംഭവം നമ്മളിവിടെ എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ സ്കൂളിൻ്റെ അവിടെ ആ ഒരു ആറാട്ടുകുളം നമ്മളുടെ ഇവിടെയുള്ള ഉള്ളിൽ ഒരു എടുത്തു വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അത് എടുത്ത് കംപ്ലീറ്റ് ഒറ്റയ്ക്ക് എടുത്ത് അതെല്ലാ കാര്യങ്ങളും ചെയ്ത് ഫിറ്റ് ചെയ്ത് അവിടെ വെള്ളം നിറച്ച് നിങ്ങൾ കാണുന്ന ഒരു ആറാട്ടുകുളം ആ ഒരു ലെവലിലാവണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ആളാണ് ഇത് മൊത്തം ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ഒരു ചെറിയൊരു എക്സാമ്പിൾ കേട്ടോ. അതുപോലെ ആ ഉത്സവം ദിവസങ്ങളിൽ നമ്മളുടെ ഫെസ്റ്റിവൽ ചെയറുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഇടുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള ഇവിടുത്തെ സനൽ എന്നുള്ള നമ്മുടെ എംപ്ലോയിയുടെ കൂടെ അദ്ദേഹം ആ ഒരു ത്രൂ ഔട്ട് ലൈറ്റ് ഇടാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒറ്റയ്ക്കൊന്ന് ചെയ്താൽ, ഒരു റോൾ എടുക്കുക എന്നുള്ളതല്ല, ഒട്ടനവധി റോളുകളെടുത്ത് ഇത്രയും നന്നായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ടും പറ്റുന്നൊരു കാര്യമില്ല. അത് സുരേഷ് ഏട്ടൻ ഇത്രയും ഭംഗിയായിട്ട് ഇന്നേ ദിവസം വരെയും ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ. കാരണം ഞാനതുകൊണ്ട് പറഞ്ഞു, ഒരു റോളല്ല അദ്ദേഹത്തിൻ്റെ, എല്ലാ റോളും കൂടിയാ. ഒരുപാട് സന്തോഷം സുരേഷ് ഏട്ടാ, ഒരുപാട് സന്തോഷം. നമസ്കാരം. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മളുടെ എല്ലാവരുടെയും നമ്മളുടെ ഈ ഒരു ബോർഡിലെ ഏറ്റവും സീനിയറായിട്ടുള്ള, അതുപോലെ തന്നെ ഈ ഒരു ബോർഡിലെ ഏറ്റവും കൂടുതലായിട്ടുള്ള റോളുകൾ ഏറ്റെടുത്ത ഒരാളായിരുന്നു. നമ്മുടെ മെയിൻ്റനൻസ്, അതുപോലെ തന്നെ സെക്യൂരിറ്റി മാനേജ്മെൻറ്റ്, എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുള്ള രാജേട്ടനാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ രാജേട്ടൻ ആദ്യം തന്നെ താങ്ക് യു. നമസ്കാരം. അപ്പോൾ രാജേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യങ്ങൾ എന്നല്ല, ബോർഡിൽ വർക്ക് ചെയ്യണ കാലമാവട്ടെ, ബോർഡിൽ ഇല്ലാത്ത കാലമാവട്ടെ, ഒഫീഷ്യലി ആവട്ടെ അൺഒഫീഷ്യലി ആവട്ടെ, അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളിലും ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇവിടെ ഇൻ പേഴ്സൺ വന്ന് കാര്യങ്ങളിൽ ഏറ്റെടുത്തുള്ള ഒരാളാണ് രാജേട്ടൻ. വർഷങ്ങളായിട്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെയും ഇപ്പോൾ ഈ വർഷത്തിൽ വന്നു എന്നുള്ള വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക ആഡ് ഓൺ കാര്യങ്ങൾ ചെയ്ത ഒരാളായിരുന്നു രാജേട്ടൻ. രാജേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മെയിൻ്റനൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഔട്ട്സൈഡ് മെയിൻ്റനൻസ് ആവട്ടെ, ഇൻസൈഡ് മെയിൻ്റനൻസ് ആവട്ടെ, അതുപോലെ തന്നെ സെക്യൂരിറ്റി മാനേജ്മെൻറ്റ്, ഏറ്റവും ഒരു അമ്പലം പോലുള്ള നമ്മുടെ അത്രയും വലിയൊരു ഓർഗനൈസേഷൻ്റെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ സെക്യൂരിറ്റി സൈഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് വളരെ നന്നായിട്ട് ഈ ഒരു ഹോൾ ഇയറിൽ രാജേട്ടൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മാത്രമല്ല, ഇവിടെ വന്നു പോയ ഡിവോട്ടീസിനെല്ലാം അറിയാം അദ്ദേഹത്തിനെ. അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ ഈ ഒരു 2-3 സെൻറ്റൻസിൽ പറഞ്ഞാൽ തീരുന്ന കാര്യമല്ല. പക്ഷേ എഗെയിൻ ഈ ഒരു വർഷത്തെ രാജേട്ടൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് നന്ദി. ആസ് എ പ്രസിഡന്റ് ഒരുപാട് നന്ദി രാജേട്ടാ. താങ്ക് യു.
അടുത്തതായിട്ട് എൻ്റെ കൂടെ ഉള്ളത് ഈ ഒരു വർഷത്തിൽ എന്നല്ല, നമ്മളിവിടെ ഈ ഒരു ഓർഗനൈസേഷനിൽ വരുന്നതിൻ്റെ മുന്നേ തന്നെ വളരെ നമ്മുടെ സുഹൃത്തും എല്ലാമായ എൻ്റെ ഈ വർഷത്തെ കൂടെ നിന്ന ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള രാംദാസാണ്. അപ്പോൾ രാംദാസ് ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ഈ ഒരു വർഷത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ വർഷത്തിൽ അദ്ദേഹം എടുത്തിരുന്ന റോള് വൈസ് പ്രസിഡന്റ് എന്ന റോളായിരുന്നു. അതിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ആയിട്ട് പറയുകയാണെങ്കിൽ റോൾ വൈസ് PR ഒരു അമ്പലത്തിൻ്റെ നമ്മുടെ ഈ ഒരു അമ്പലത്തിൽ ഒട്ടനവധി പ്രോഗ്രാമുകൾ മന്ത്ലി ബേസിസ്, പൂജകളാവട്ടെ, ഔട്ട്സൈഡ് ഫെസ്റ്റിവൽസ് ആവട്ടെ, ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ നമ്മുടെ ടെമ്പിൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ഡിവോട്ടീസിലേക്കും എങ്ങനെ നമ്മളിത് ആളുകളിൽ എത്തിക്കണം, പ്രൊമോഷൻ എന്നുള്ളത് അതിൻ്റെ ഒരു ബാക്ക് ബോണാണ്. ആ ഒരു ബാക്ക് ബോൺ എന്നുള്ള ആ ഒരു കാര്യം വളരെ നന്നായിട്ട് അത് ഇമെയിലൂടെ ആവട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ്സിലൂടെ എങ്ങനെയൊക്കെ നമ്മൾ ഈ പ്രൊമോഷണൽ കണ്ടൻറ്റ് മാറ്റി നമ്മൾ ആ ആളുകളെ ഇവിടെ എത്തിക്കാൻ പറ്റണം എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ചുമതല വഹിച്ചിരുന്ന ഒരു ആളായിരുന്നു രാംദാസ് ഈ വർഷത്തെ. അപ്പോൾ രാംദാസ് അത് വളരെ നന്നായിട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഓരോ പ്രോഗ്രാമിൽ നിങ്ങൾക്കറിയാം ആൾ നിറഞ്ഞൊഴുകിയ കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഇത്രയും നന്നായി സപ്പോർട്ട് ചെയ്ത ഈ വർഷത്തെ നമ്മളുടെ വൈസ് പ്രസിഡൻറ്റും അടുത്ത വർഷത്തെ പ്രസിഡൻറ്റുമായ രാംദാസിനോട് ഒരുപാട് നന്ദി പറയുകയാണ്. ഒരുപാട് നന്ദി രാംദാസ്. താങ്ക് യു സുബിൻ, ഹാപ്പി ടു വർക്ക് വിത്ത് യു. അടുത്തതായിട്ട് ഞങ്ങളുടെ കൂടെയുള്ളത് ഇപ്പം പറഞ്ഞ പോലെ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വർഷങ്ങളായിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിളിനോട് അസോസിയേറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ മുന്നേ ബോർഡുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായിട്ടുള്ള മീര ചേച്ചിയാണ്. അപ്പോൾ മീര ചേച്ചി ഈ വർഷത്തെ എല്ലാ കാര്യങ്ങൾക്കും എഗെയിൻ ഒരുപാട് നന്ദി. അപ്പോൾ മീര ചേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം അവർ എടുത്ത റോൾ എന്ന് പറയുന്നത് ജോയിൻറ്റ് സെക്രട്ടറി എന്നുള്ള റോളാണ്. മുന്നുള്ള ബോർഡുകളിലും സെക്രട്ടറി എന്നുള്ള റോൾ എടുത്ത് അത് ഓൾറെഡി എങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് മീര ചേച്ചി. അതുകൊണ്ട് നമുക്കൊരു ആസ് എ പുതിയ ബോർഡ് മെമ്പർ ഒന്നും അല്ല. അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയ ഷിവാസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടെ അതിന് പുറമെ നമ്മളുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റോള് അവർ ചെയ്തിട്ടുണ്ട്, മീര ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ നമുക്കിവിടെ സ്കൂൾ, നിങ്ങൾക്കറിയാം അമ്പലത്തിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്കൂളുണ്ട്. അപ്പോൾ ഈ സ്കൂളും അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ബോർഡും തമ്മിലൊരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ചേച്ചിയുടെ മെയിൻ റോൾ എന്ന് പറഞ്ഞത്. അതായത് സ്കൂളിൽ എന്ത് കാര്യങ്ങളിലും അവരുടെ എന്ത് ക്വസ്റ്റ്യൻസ് ആവട്ടെ അവർക്ക് വളരെ സ്മൂത്തായിട്ട് ഏറ്റവും നന്നായിട്ട് സ്കൂൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് ജനുവരി മുതൽ ഇന്നേ ദിവസം വരെയും അത് വളരെ നന്നായിട്ട് ചേച്ചിക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരുപാട് സന്തോഷം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യം എന്നുള്ളതല്ല കേട്ടോ, അപ്പോൾ പൂജയുടെ പല ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടുകൾ, വേറെ പല കാര്യങ്ങളിലും പ്രോഗ്രാംസ് വരുമ്പോൾ അതിൻ്റെ അഡീഷണൽ സപ്പോർട്ട്സ്, അങ്ങനെ എല്ലാ സൈഡിലും ചേച്ചിക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന വർഷം സെക്രട്ടറി എന്നുള്ള റോളാണ് അവരുടെ. അപ്പോൾ അതെന്തായാലും ആസ് ആൻ എക്സ്പീരിയൻസ് പേഷൻ എനിക്ക് ചെയ്യുന്നുള്ളത് വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരുപാട് താങ്ക് യു മീര ചേച്ചി, താങ്ക് യു. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെയുള്ള മറ്റൊരാളെന്ന് പറയുന്നത് ഈ ഒരു ബോർഡിൽ നമ്മുടെ 2025 ബോർഡിലെ ജോയിൻറ്റ് ട്രഷറായിട്ട് വർക്ക് ചെയ്ത ദീപ ആണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ ദീപ, അപ്പോൾ ദീപയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ദീപയുടെ ഈ വർഷത്തെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രഷറുടെ കൂടെ ഇരുന്ന് നമ്മുടെ ഈ ഒരു വർഷം ട്രഷറായിട്ടിരുന്ന സുരേഷ് കരുണാകരൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളിലും കണക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ കൂടെ നിന്ന് അത് അസിസ്റ്റ് ചെയ്ത് ഈ വരുന്ന വർഷത്തിലേക്ക് അതിൻ്റെ ട്രഷർ എന്നുള്ളൊരു മേജർ റോൾ എടുക്കാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും ദീപ ചെയ്തു എന്നുള്ളതിന് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനൊക്കെ പുറമെ അവരെടുത്ത മെയിൻ 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് കോർഡിനേറ്റർ എന്നുള്ളൊരു കാര്യമായിരുന്നു. നമ്മളുടെ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയൊരു ഗോൾ എന്ന് പറഞ്ഞ കാര്യം എങ്ങനെ നമ്മളുടെ യൂത്തിനെ, വരും തലമുറയെ നമ്മൾക്ക് എങ്ങനെ അമ്പലത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങിയ മുതൽ ഇനീഷ്യൽ പ്ലാനിങ് മുതൽ കൂടെ നിന്ന് അതിനെ അടുത്ത ലെവലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യൂത്ത് ഫോറംസും അതുപോലെ തന്നെ അവരായിട്ടുള്ള കോൾസ് സെറ്റ് ചെയ്ത് വന്ന 1, 2, 3, 4 പ്രോഗ്രാംസോളം വളരെ വൃത്തിയായി എക്സിക്യൂട്ട് ചെയ്ത്, ഇപ്പോൾ ചെസ് എന്നുള്ള പ്രോഗ്രാം മുതൽ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ ബോർഡിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളിലും യൂത്തിനെ എങ്ങനെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കാം എന്നുള്ളത് വളരെ നന്നായി ചെയ്ത ഒരാളാണ് ഇപ്പോൾ ദീപ. ഈ ഒരു വർഷം നമ്മളതിൻ്റെ ഒരു അടിത്തറ ഭാഗി എല്ലാം നമുക്ക് ഈ ഒരു വർഷം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത വർഷങ്ങളിൽ ഇനിയും കൂടുതൽ യങ് ആയിട്ടുള്ള ആളുകളെയും കുട്ടികളെയും പുതിയ ജനറേഷനെയും നമ്മൾ അമ്പലത്തിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എടുത്ത് ഈ വർഷം എന്നല്ല ഇനി വരുന്ന വർഷങ്ങളിലും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ദീപ ഈ വർഷം ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് നന്ദി കേട്ടോ. ഈ വർഷത്തെ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് 2025 എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് റോൾ ചെയ്ത ഒരാളാണ് ശ്രീജിത്ത്. ശ്രീജിത്തിനോട് ആദ്യം തന്നെ പറയുന്നതിന് തന്നെ ഒരുപാട് നന്ദി ശ്രീജിത്ത്. കാര്യം ശ്രീജിത്ത് കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങിയിട്ട് നമ്മളുടെ അമ്പലത്തിൽ എനിക്ക് തോന്നുന്നു നമ്മളെ മുൻകാല കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഔട്ട്റീച്ച് ആക്ടിവിറ്റീസ്, ഒരു കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ വളരെ നന്നായിട്ടുള്ള ഇനീഷ്യേറ്റീവ് തുടങ്ങി കഴിഞ്ഞ വർഷത്തിൽ തുടങ്ങി. അത് നല്ലൊരു ബേസ് ഉണ്ടാക്കി നമ്മളിപ്പോൾ ഈ വരുന്ന ജനുവരി കഴിഞ്ഞ 2025
2025 ജനുവരി മാസം മുതൽ നമ്മൾ ഒട്ടനവധി എനിക്ക് തോന്നുന്നു 10 മുതൽ 15 അമ്പലങ്ങളോളം, അത് നോൺ മലയാളി ടെമ്പിളുകളാവട്ടെ, അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസ് ആവട്ടെ, അതിനകത്തൊക്കെ വളരെ ആക്റ്റീവായിട്ട് നമ്മളുടെ ഹോൾ ടീമിനെ കൊണ്ടുപോയി നമ്മുടെ റെപ്രസെൻറ്റേഷൻ ചെയ്യുക. അപ്പം അതുപോലെ തന്നെ അവരെ ഇങ്ങോട്ടേക്ക് നമ്മൾ കണക്ട് ചെയ്യുക. ഈ പറഞ്ഞൊരു കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് വളരെ നന്നായിട്ട് എഫക്റ്റീവായിട്ട് ചെയ്ത് ഇപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ പേര് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. ഹിസ്റ്ററിൻ്റെ ആ ഒരു പരിധിയിലുള്ള ഏത് അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിൾ എന്താണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് കാര്യങ്ങൾ ഇത്രയും എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് ശ്രീജിത്ത്. എനിക്ക് ഈ ഒരു ടീമിൻ്റെ മുതൽക്കൂട്ട് തന്നെയാണ് അദ്ദേഹം. അപ്പോൾ അതിനുവേണ്ടി ഇന്ന് ഈ വർഷം ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് നന്ദി ശ്രീജിത്തെ. താങ്ക് യു. ഞാൻ ഇതോടുകൂടി തന്നെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം നമ്മളുടെ അമ്പലത്തിൽ ഓരോ വർഷങ്ങളിലും ഓരോ ബോർഡുകളായിട്ട് വന്ന് പോകുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന വർക്ക് ചെയ്യുന്ന ഓരോ ആളുകൾ, എനിക്ക് തോന്നുന്നു ഒരു ഇൻട്രൊഡക്ഷനിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതായിരുന്നു കാര്യം, നമ്മളുടെ ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത് അവർ 24 മണിക്കൂറുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നു. അത് ഫാമിലിയെ നോക്കുന്നു, കൂടെ തന്നെ നമ്മുടെ ഒരു അമ്പലത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ടെന്നുള്ളത്, നമ്മളുടെ കൂടെയുള്ള കമ്മിറ്റിയിൽ ആരൊക്കെയായിരുന്നു എന്നുള്ളത് നിങ്ങളെല്ലാം ഒന്ന് അറിയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് കേട്ടോ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു എങ്കിലും അതൊന്നുകൂടി ഇവിടെ ആഡ് ഓൺ ചെയ്യാണ്. അപ്പോൾ കൂടെ തന്നെ പറയുമ്പോൾ എൻ്റെ കൂടെയുള്ളത് ഇപ്പോൾ ഉണ്ണീഷൻ ചേട്ടനാണ്. ഉണ്ണീഷൻ ചേട്ടൻ ആദ്യമായിട്ടാണ് നമ്മളുടെ ഈ ഒരു ടെമ്പിളിൻ്റെ ഒഫീഷ്യൽ പൊസിഷൻ എടുത്തിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇത് തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന ഒരാളാണെന്നെങ്കിലും എൻ്റെ ഈ ഒരു ബോർഡിൽ വളരെ ഏറ്റവും മുന്നിൽ തന്നെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത വൺ ഓഫ് ദ മെയിൻ പേഴ്സണാലിറ്റിയാണ് ഉണ്ണീഷൻ ചേട്ടൻ. അപ്പോൾ ഉണ്ണീഷൻ ചേട്ടനോട് ഒരുപാട് നന്ദി ആദ്യം തന്നെ. അപ്പോൾ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു വർഷം നിങ്ങൾക്കറിയാം നമ്മളെ അമ്പലത്തിൽ നമ്മുടെ പൊങ്കാല കഴിഞ്ഞ് നമ്മുടെ ഉത്സവം മുതലുള്ള എല്ലാ ശിവരാത്രി മുതലുള്ള പ്രോഗ്രാം, അതായത് കൾച്ചറൽ സൈഡിൻ്റെ ഒരു ലീഡ് എന്നുള്ള റോളായിരുന്നു അദ്ദേഹത്തിൻ്റെ. കൾച്ചറൽ ലീഡ് എന്നുള്ള പൊസിഷനായിരുന്നു അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു റോളിൻ്റെ മുൻകാല പരിചയമൊന്നും അദ്ദേഹത്തിന് ഒരുപാടില്ല എന്നുള്ളത് എൻ്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും തന്നെ. ഈ ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ശിവരാത്രി തുടങ്ങി ഉത്സവത്തിൻ്റെ 10 ദിവസത്തെ പ്രോഗ്രാമുകളാവട്ടെ, അത് കഴിഞ്ഞിട്ട് ഓണത്തിൻ്റെ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലെയും പ്രോഗ്രാമുകൾ വളരെ മനോഹരമായി, അത് നിങ്ങൾക്കറിയാം ക്രിസ്ത്യൻ സർക്കിളിൽ നമ്മുടെ അമ്പലത്തിൽ വരുന്ന എല്ലാ ഡിവോട്ടീസിനെയും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ആൾക്കാരെ കണക്ട് ചെയ്ത് അവരുടെ എല്ലാ റിക്വസ്റ്റും അക്കോമഡേറ്റ് ചെയ്ത് എത്രയോ നന്നായിട്ട് അവരെയും ഹാപ്പി ആയിരുന്നു. ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും അറിയാം, പ്രോഗ്രാം ചെയ്ത എല്ലാവർക്കും അറിയാം എത്ര നന്നായിട്ടാണ് ഈ വർഷം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഗോസ് ടു ഉണ്ണികൃഷ്ണൻ ചേട്ടൻ. അപ്പോൾ ഉണ്ണിച്ചേട്ടാ, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഒരുപാട് നന്ദി. താങ്ക് യു. അടുത്തതായിട്ട് എൻ്റെ കൂടെയുള്ള ആളെന്ന് പറയുന്നത് നമ്മുടെ അമ്പലത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് പൂജ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ പൂജ കമ്മിറ്റീൻ്റെ ഓവറോൾ ലീഡർഷിപ്പ് എടുത്തിട്ട് അത് റൺ ചെയ്തിട്ടുള്ള ഒരാളാണ് രാജി പിള്ളൈ. രാജി ചേച്ചിയുടെ ഒരു കാര്യം രാജിയോട് പറയണമെന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് നന്ദി. കാരണം ഈ ഒരു വർഷം എനിക്ക് പൂജ കമ്മിറ്റി എന്നുള്ളൊരു സെക്ഷനിൽ ഒരു ടെൻഷൻ ഫ്രീ സൈഡായിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 എന്നൊരു വർഷം ത്രൂ ഔട്ട് പൂജ കമ്മിറ്റി ലീഡ് ചെയ്ത് മുന്നോട്ട് നടത്തിയത് കൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് ചേച്ചിക്ക് ഈ വർഷം വളരെ സുഗമമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഇപ്പോൾ അമ്പലത്തിലെ പൂജകൾ നമ്മളുടെ പൂജാരികളുമായി ഡിസ്കസ് ചെയ്ത് അതിന് ഏറ്റവും ഏതൊക്കെ നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റും എന്നുള്ള കംപ്ലീറ്റ് കോർഡിനേഷൻ ചെയ്ത് ഡിവോട്ടീസിൽ എത്തിക്കുക എന്നുള്ള ഒരു കർത്തവ്യം ഈസി അല്ല. നിങ്ങൾക്കറിയാം, എല്ലാ ദിവസങ്ങളിലും അമ്പലത്തിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ രാവിലെ മുതൽ ചേച്ചിയുടെ മെസ്സേജ് നിങ്ങൾക്ക് കാണാം. അതായത് ഓരോ ദിവസങ്ങളിലെ പ്രത്യേകതകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ ബാക്ക് ബോൺ ആയിട്ട് പ്രവർത്തിച്ച ആളാണ് രാജി ചേച്ചി. അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സമൂഹ നീരാഞ്ജനം, സർവേശ്വര അർച്ചന, അതുപോലെ തന്നെ സെപ്റ്റംബറിൽ നമ്മുടെ ഒക്ടോബർ സമയത്ത് നമ്മുടെ ഹ്യൂസ്റ്റണിലെ ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ നടന്ന ഏറ്റവും വലിയ സപ്താഹ മഹോത്സവം അല്ലേ, സപ്താഹ പാരായണം എന്ന് പറഞ്ഞൊരു കാര്യം ഏറ്റവും നാട്ടിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആചാര്യനെ വെച്ച് നടത്തിയൊരു പ്രോഗ്രാമായിരുന്നു. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ എത്തിക്കാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് പ്രവർത്തിച്ചത് രാജി ചേച്ചിയായിരുന്നു. അപ്പോൾ ഈ ഒരു പൂജാ കമ്മിറ്റി ലീഡ് ചെയ്ത് 2025 നമുക്ക് ഇത്രയും നല്ലൊരു വർഷമാക്കി തന്ന രാജി ചേച്ചിനോട് ഒരുപാട് നന്ദി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദയാസ്തമന പൂജ പോലുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും സുഗമമായിട്ട് നടത്തുന്ന രീതികളിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു. കാരണം 10 ദിവസത്തെ കാര്യങ്ങളായിരുന്നു. എല്ലാവർക്കും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ, അതായത് ഓരോരുത്തരും ബുക്ക് ചെയ്യുമ്പോൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ വർഷം മുതൽ ചെയ്തിട്ടുള്ളത്. ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ ഉദയാസ്തമന പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ഓപ്പൺ ഒരു ഷീറ്റാണ്, ആർക്ക് വേണമെങ്കിൽ വന്ന് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ബാക്ക്ഗ്രൗണ്ട് ഐഡിയാസ് എല്ലാം ചെയ്ത് രാജി ചേച്ചിയായിരുന്നു. അപ്പോൾ ഒരുപാട് നന്ദി രാജി ചേച്ചി. ഇനിയും ഇതുപോലുള്ള ആളുകൾ നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു ബോർഡിലും കാര്യങ്ങളിലും വരണം, ഇതേപോലെ കമ്മിറ്റികൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ താങ്ക് യു രാജി ചേച്ചി. അഗെയിൻ താങ്ക് യു.
എൻ്റെ കൂടെയുള്ള അടുത്തൊരാളെന്ന് പറയുന്നത് ജയശ്രീ ചേച്ചിയാണ്. ജയശ്രീ ചേച്ചിയും ഇതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക ഈ ഒരു വർഷം ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഈ ബോർഡിൽ നിന്ന് ഒരു കാര്യം എന്നല്ല മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്ത് സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അപ്പോൾ ആദ്യം തന്നെ താങ്ക് യു ജയശ്രീ ചേച്ചി. അപ്പം ചേച്ചിയുടെ ഒരു കാര്യം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പൂജ എന്ന ഒരു സെക്ഷൻ ഇപ്പോൾ രാജി ചേച്ചി അത് കംപ്ലീറ്റ്ലി ഹാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിന്നിട്ട് എങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഒരു വർഷം കംപ്ലീറ്റ്ലി എല്ലാ കാര്യങ്ങളിലും പൂജ റിലേറ്റഡ് സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അടുത്ത വർഷമാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് എടുത്തിട്ട് നെക്സ്റ്റ് വർഷങ്ങളിൽ വരുന്ന ഏത് റോളുകളാണെങ്കിലും നന്നായിട്ട് എടുത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് വളരെ ഷുവറായിട്ടുള്ള കാര്യമാണ്. അത് ഒരു കാര്യമല്ല, ഒരു പൂജയല്ല. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈ വർഷം നമ്മൾ ഓരോ മാസങ്ങളിലും ഒട്ടനവധി പൂജകളുണ്ടായിരുന്നു. ഇപ്പോൾ പൊങ്കാല തുടങ്ങി അല്ലെങ്കിൽ ഓരോരോ പൂജകൾ വരുന്ന സമയത്തും ഇപ്പോൾ രാജേച്ചി എല്ലാ ആളുകളെയും കണക്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവർക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ചെയ്ത് ആ എല്ലാ ഏരിയകളിലും ഏരിയ വൈസായിട്ട് സപ്പോർട്ട് ചെയ്ത് ഓരോ ഡിവോട്ടീസിന് ആളുകളെ എങ്ങനെ എവിടത്തേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ സമൂഹ നീരാഞ്ജനം സമയം മുതൽ എല്ലാ പൂജകളിലും ഓൾ ഇൻ ഓളായിട്ട് രാജേച്ചിയുടെ കൂടെ നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതേപോലെ തന്നെ ഇനിയും വരുന്ന അടുത്ത വർഷം ചെയ്യാൻ സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജയശ്രീ ചേച്ചി. എൻ്റെ കൂടെയുള്ളത് രാജേഷ് നായർ. നമ്മുടെ ഈ ഒരു വർഷത്തെ നമ്മളുടെ ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ ഫുഡിൻ്റെ എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്തിരുന്ന എൻ്റെ കൂടെ ഈ ഒരു വർഷം മാത്രമല്ല കഴിഞ്ഞ വർഷം വരെ ലീഡ് ചെയ്ത് തുടങ്ങി. ഈ ഒരു വർഷം എനിക്ക് ആ ഒരു ഏരിയ തന്നെ ഒരു ടെൻഷൻ ഇല്ലാതെ കൊണ്ട് നടന്ന രാജേഷ് നായർ. താങ്ക് യു രാജേഷ് ഏട്ടാ, ഒരുപാട് നന്ദി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയില്ലേ ഒരു കാര്യം എന്നല്ല. ഇപ്പം നമ്മുടെ അമ്പലം എന്ന് പറയുമ്പോൾ ജനുവരി 1 തുടങ്ങി. നിങ്ങൾക്കറിയാം ജനുവരി 1 ന്യൂ ഇയർ ദിവസം തുടങ്ങി ഇന്ന് വരെയും ഒരുപാട് പരിപാടികൾ കാര്യങ്ങൾ അതിൻ്റെ എല്ലാം നേതൃത്വം വഹിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഭക്ഷണത്തോട് അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സറിഞ്ഞ് അത് വന്ന് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള അത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി അദ്ദേഹത്തിൻ്റെ ഫാമിലിയും വരെ വന്നിട്ട് കംപ്ലീറ്റ്ലി അത് നേതൃത്വം വഹിച്ച് നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിലെ ഷെഫിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിന്ന് നടത്തിയ അദ്ദേഹത്തിനോട് എനിക്ക് എങ്ങനെയൊക്കെ നന്ദി പറഞ്ഞാൽ തീരുമെന്ന് എനിക്കറിയാം. ഭക്ഷണം സെർവ് ചെയ്യുക അല്ലെങ്കിൽ ആ ഭക്ഷണം നമ്മൾ അന്നദാനം കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാരുണ്യമാണ് അല്ലേ. നമ്മൾ വർഷങ്ങളായി ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ നിങ്ങൾക്കറിയാം ഞായറാഴ്ച ദിവസങ്ങളിൽ അന്നദാനം നമ്മൾ ഒരു ദിവസം വിടാതെ കൊടുത്തിട്ടുണ്ട് എല്ലാ ഞായറാഴ്ചയും. അപ്പോൾ ആ ഒരു കാര്യമല്ലാണ്ട് ഇപ്പോൾ എത്രയോ പ്രോഗ്രാമുകൾ എത്രയോ ദിവസങ്ങൾ ഉത്സവത്തിൻ്റെ സമയം ഉത്സവത്തിൻ്റെ മുന്നത്തെ കാര്യങ്ങൾ അതിനുശേഷം വരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒന്നും വേണ്ട ഓണം നിങ്ങൾക്കറിയാം 12,500ഓളം ആളുകൾ വന്ന ആ ഒരു പ്രോഗ്രാമിൻ്റെ വരെ നമ്മുടെ നേതൃത്വം വഹിച്ച് മുന്നോട്ട് നടത്തിയ ഒരാളാണ് രാജേഷ് ഭായ്. അപ്പോൾ രാജേഷേട്ടൻ്റെ ഇതിനകത്ത് ഈ ഒരു ഹോൾ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്, പറയാതെ വയ്യ. കാരണം ടെൻഷൻ ഫ്രീ ഏരിയ ആയിരുന്നു ഫുഡ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പറഞ്ഞില്ലേ ഇത് എങ്ങനെയാണ് ഇത് പറഞ്ഞു തീർക്കേണ്ടത് ഇനി പോലും എനിക്കറിയില്ല. ഇനിയും ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ അമ്പലത്തിലെ ബോഡികളിൽ അല്ലെങ്കിൽ ഈ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വന്ന് നമ്മളുടെ ഈ ഒരു കാര്യങ്ങൾ വഹിക്കാൻ ഒന്നും പ്രാപ്തനാവട്ടെ. ഇപ്പോൾ രാജേഷ് ഭായിനെ പോലുള്ള ആൾക്കാർ ഇനിയും വരട്ടെ. ഞാൻ ഇവിടെ രാജേഷ് ഭായി ഇതോടെ നിർത്തുമല്ലോ കേട്ടോ, ഇനിയും കണ്ടിന്യൂ ആണ്. ഇതൊരു നമ്മുടെ തുടക്കം മാത്രമാണെന്ന് ഞാൻ പറയുള്ളൂ. ഒരുപാട് സന്തോഷം, പറയാതെ വയ്യ. ഒരുപാട് സന്തോഷം കേട്ടോ, ഒരുപാട് സന്തോഷം. ഒരുപാട് താങ്ക് യു സുബിൻ. ഇങ്ങനെ ഒരു നേതൃത്വം കിട്ടിയതിന് അതിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയതിന് ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു. ഇനിയും വരണം ബോർഡിലോട്ട്. താങ്ക് യു. നമ്മുടെ 2025 ബോർഡ് എന്ന് പറയുന്നത് അതിൻ്റെ അമരക്കാരനായിട്ട് നിന്നിരിക്കുന്നത് നമ്മുടെ ഡോക്ടർ സുബിൻ സി ബാലകൃഷ്ണനാണ്. താങ്ക് യു സുബിൻ ഒരുപാട് അച്ചീവ്മെൻറ്റ് കിട്ടിയതിൻ്റെ ശേഷമാണ് അല്ലെങ്കിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ് നടത്തിയിട്ടാണ് നമ്മുടെ ഈ ഒരു ബോർഡിൽ നിന്ന് പടിയിറങ്ങുന്നത്. അടുത്തൊരു ട്രസ്റ്റിയിലേക്കും അടുത്ത 2 വർഷം ട്രസ്റ്റിയിൽ നിന്നിട്ട് വീണ്ടും ഈ അമ്പലത്തിൻ്റെ അടുത്ത കാര്യങ്ങളിൽ ഗൈഡ് ചെയ്യാനും ആ എക്സ്പീരിയൻസ് കൊണ്ടുവരാനും ഞങ്ങൾക്ക് എപ്പോഴും ഒരു ഗൈഡൻസ് ആയിട്ട് മാറും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസവും അതുതന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷയും. എല്ലാ എക്സ്പീരിയൻസും ഞങ്ങൾക്ക് വേണം. കാരണം എന്താ വെച്ചാൽ ഇത് ഒരു പ്രസിഡൻ്റാണ് എന്നുള്ളതുകൊണ്ട് പ്രസിഡൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് നെക്സ്റ്റ് പോകുന്നതല്ല, അടുത്ത് വീണ്ടും ഹയർ പൊസിഷനിലേക്കാണ് പോകുന്നത്, ട്രസ്റ്റി എന്നുള്ള പൊസിഷനിലേക്കാണ് പോകുന്നത്. ആ ട്രസ്റ്റിയിലേക്കാണ് കൂടുതൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് അമ്പലം കൊണ്ടുപോകേണ്ടത്, അമ്പലത്തിന് ചെയ്യുന്ന സ്ട്രാറ്റജി ശരിയാണോ, അമ്പലത്തിൻ്റെ അടുത്ത 10 വർഷത്തെ കാര്യങ്ങൾ എങ്ങനെ വേണം, അങ്ങനെയുള്ളൊരു ഗൈഡൻസാണ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതും 100% ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അത് സുബിനെ കൊണ്ട് സാധിക്കും എന്നുള്ളതും. പിന്നെ ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ സുബിൻ ചെയ്ത ഫസ്റ്റ് ഏറ്റവും വലിയൊരു ചാലഞ്ചായിരുന്നു പ്രീസ് ക്വാർട്ടേഴ്സ് എന്നുള്ളത്. ആ പ്രീസ് ക്വാർട്ടേഴ്സ് നമ്മൾ മാർച്ചിൽ തന്നെ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്തിട്ട് നമ്മുടെ തറക്കല്ലിടുന്നതിനും അത് കഴിഞ്ഞിട്ട് കോൺക്രീറ്റും അതിൽ ഓരോ സ്റ്റേജിലും മാക്സിമം സുരേഷ് ചേട്ടനെ ആണെങ്കിലും മൂങ്കാരനെ ആണെങ്കിലും ബാക്കിയുള്ള കമ്മിറ്റി മെമ്പേഴ്സിനെ ആണെങ്കിലും എങ്ങനെയൊക്കെ പുഷ് ചെയ്യാം എങ്ങനെയൊക്കെ ഫിനിഷ് ചെയ്യാം എന്നുള്ളത് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് ഇരുന്നത്. ബാക്കി കാര്യങ്ങളിലൊന്നും നോക്കുന്നില്ല. നമ്മുടെ ഫസ്റ്റ് എയിം മാത്രമാണ്, അതായത് റിസൾട്ട് ഫസ്റ്റ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതായിരിക്കണം എന്നുള്ളതിൻ്റെ പേരിലാണ് സുബിൻ മാക്സിമം സുബിൻ്റെ കഴിവിൻ്റെ പരമാവധി പുഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു നല്ല റിസൾട്ട് നമുക്ക് ഇവിടെ ഉണ്ട്. താങ്ക് യു സുബിൻ. ഞങ്ങൾ വളരെ ഹാപ്പിയാണ് സുബിൻ്റെ കമ്മിറ്റിയിൽ നിൽക്കാനായിട്ട്. താങ്ക് യു സോ മച്ച്. HSൻ്റെ ഈ വർഷത്തെ പ്രസിഡൻ്റ് ആയിരുന്ന ഡോക്ടർ സുബിൻ സി ബാലകൃഷ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് എബിലിറ്റി വളരെ പ്രശംസനീയമാണ്. മറ്റ് പല സംഘടനകളിലും പ്രവർത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പരിചയം അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ബോർഡിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ഒരുമിച്ച് നിർത്താനും അതുപോലെ തന്നെ എന്ത് സപ്പോർട്ടും ഏത് സമയത്ത് ചോദിച്ചു കഴിഞ്ഞാലും തരാനും അദ്ദേഹം വളരെയധികം കെയർഫുള്ളായിരുന്നു.
കമ്മ്യൂണിക്കേഷൻ അത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. നമ്മുടെ ത്രൂ ഔട്ട് നമ്മുടെ ബോർഡിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ബോർഡ് മെമ്പേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതെല്ലാവരോടും അറിയിക്കാനും ഒക്കെ അദ്ദേഹം വളരെ മുൻപന്തിയിലായിരുന്നു. ഏത് സമയത്താണെങ്കിലും സപ്പോർട്ട് തരാനും തയ്യാറാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം അമ്പലത്തിന് തന്നെയാണ് എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും ഏറ്റവും മുൻനിരയിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ എനർജി ആൻഡ് എൻതൂസിയാസം ഹി ബ്രോട്ട് ടു ദ ബോർഡ് ഈസ് ലൈക്ക് പ്രശംസനീയമാണിത്. അതുപോലെ തന്നെ വേറൊരു കാര്യം അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. നമ്മൾ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും വളരെ മെച്യൂർഡായിട്ട് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് അതിനൊരു സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് അദ്ദേഹത്തിന് വളരെയധികം കഴിവുകളുണ്ട്. അപ്പോൾ ഈ വർഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനായിട്ട് ഞങ്ങളെ സഹായിച്ച സുബിനോട് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ബോർഡിൻ്റെ എല്ലാ ഓപ്പറേഷണൽ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു അസറ്റ് കാത്തു സൂക്ഷിക്കുന്ന അതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയൊരു ടീമാണ് ട്രസ്റ്റി ബോർഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ട്രസ്റ്റി ബോർഡിൻ്റെ ചെയർമാനായിട്ടുള്ള സുനിൽ നായർ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഹോൾ ടീമിൻ്റെയും ഒരു എന്താ പറയുക എക്സ്പീരിയൻസും അതുപോലെ തന്നെയുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവരോടുള്ള നന്ദിയും ഞാൻ ഈ ഒരു നിമിഷത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അമ്പലത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്കൂൾ, ഈ സ്കൂളിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം അതിൻ്റെ പ്രിൻസിപ്പളായിട്ട് പ്രവർത്തിക്കുന്ന ഹരി ശിവരാമൻ ഹരിച്ചേട്ടനാണ് അതിൻ്റെ ഹോൾ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് വോളണ്ടിയറായിട്ട് പഠിപ്പിക്കാൻ വരുന്ന ടീച്ചേഴ്സ്, അവർ എവറി സൺഡേ ഇവിടെ വന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ അറിവ് പകരാനും കാര്യത്തിനൊക്കെ ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹോൾ ഇയറിൽ എൻ്റെ കൂടെ നിന്ന് ഈ ഒരു സ്കൂളിനെ അടുത്ത തലങ്ങളിൽ എത്തിക്കാൻ വേണ്ടി സഹായിച്ച ആ ടീച്ചേഴ്സിനോടും പ്രിൻസിപ്പളോടും ഉള്ള എല്ലാവിധ നന്ദിയും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. കൂടെ തന്നെ കുട്ടികളിവിടെ കൊണ്ടുവരുന്ന രാവിലെ മുതൽ അവരവരെ ഉച്ചവരെ അവരെ കൂടെ നിന്ന് ആ കുട്ടികളിവിടെ എത്തിക്കാനും അവർക്ക് ഈ ഒരു ഭാഷ പഠിക്കണം എന്നുള്ള ആഗ്രഹം അവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന അവരെ പാരൻസിനോടുള്ള ഒരുപാട് നന്ദി പറയുന്നു. ഇതിനെല്ലാം പുറമെ ഞാൻ നന്ദി പറയുന്ന ഏറ്റവും കൂടുതലായിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നത് നമ്മുടെ ഇവിടുത്തെ എംപ്ലോയീസിനോടാണ് അല്ലേ. അമ്പലത്തിലെ എല്ലാ പൂജ റിലേറ്റഡ് കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന നമ്മളുടെ 3 പ്രീസ്റ്റുമാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സൂരജ് തിരുമേനി, ചന്ദ്രു തിരുമേനി, അതുപോലെ തന്നെ ദേവദാസ് തിരുമേനി. അവർ 3 പേരോടുള്ള എല്ലാവിധ നന്ദിയും ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. കാരണം അവരില്ലാതെ ഈ അമ്പലമില്ല, അല്ലെങ്കിൽ അവരാണ് അവൻ്റെ ബാക്ക് ബോണായി പ്രവർത്തിക്കുന്ന ആളുകൾ. അപ്പോൾ അവരോടുള്ള നന്ദിയോടെ രേഖപ്പെടുത്തുന്നു. കൂടെ തന്നെ നമ്മളുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള നമ്മളുടെ അലോക് എന്നുള്ള അദ്ദേഹത്തിനോടുള്ള നന്ദിയും പറയുകയാണ്. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഫ്രണ്ട് ഡെസ്കിൽ എപ്പോൾ എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഇവിടെ പൂജ ബുക്കിങ്ങിനാവട്ടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്ററാണ് അലോക് ആര്യൻ. അതിന് പുറമെ പിന്നെ നമ്മളുടെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് നമ്മളുടെ ഇവിടെ കുക്കായിട്ടുള്ളത്, നമ്മുടെ മെയിൻ ഷെഫായിട്ടുള്ളത് കൃഷ്ണനാണ്. അപ്പോൾ കൃഷ്ണൻ്റെ ഭക്ഷണം ഇവിടെ ഹിസ്റ്റണിൽ മൊത്തം ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. അത്രയും നല്ല ഭക്ഷണം സെർവ് ചെയ്യുന്ന ഒരു ആളാണ് കൃഷ്ണനോടുള്ള നന്ദിയും ഇവിടെ ഞാൻ ഈ ഒരു നിമിഷത്തിൽ രേഖപ്പെടുത്തുന്നു. അതിന് പുറമെ നമ്മുടെ ഇവിടെ മാരാർമാരായിട്ട് 2 പേരാണുള്ളത്, മനോജ് മാരാർ അതുപോലെ തന്നെ കുട്ടൻ മാരാർ, ശ്രീജിത്ത് മാരാർ. ഈ 2 പേരുടെയും കഴിവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. കാര്യം അവരെ നിങ്ങൾക്ക് അറിയാം, ചെണ്ടയിലൂടെയും അതുപോലെ തന്നെ ഇവിടുത്തെ കളം വരയ്ക്കലിലൂടെയും അതുപോലെ മാരാർ എന്നുള്ള ഒരു സ്പേസ് ഇത്രയും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ഈ 2 പേരോടുള്ള നന്ദിയോടെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതിന് പുറമെ ഈ വർഷം ആദ്യം ഉണ്ടായിരുന്ന ശബരിച്ചേട്ടൻ, നമ്മുടെ ശില്പി, അതിനുശേഷം ശബരിച്ചേട്ടന് ശേഷം അവിടെ വന്ന നമ്മുടെ സനൽ, ഈ 2 പേരോടുമുള്ള നന്ദി ഞാൻ പറയണം. അവർ ശില്പി എന്നുള്ളതിന് പുറമെ തന്നെ അവരെ ബാക്കി എല്ലാ റിലേറ്റഡ് കാര്യങ്ങളും അമ്പലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും A to Z ചെയ്യുന്ന ആ വർക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായി ചെയ്യുന്ന അവർ 2 പേരോടുള്ള നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇതിനെല്ലാം പുറമെ നമ്മുടെ ഓവറോൾ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ളത് അജിത് നായർ. അജിത്തേട്ടൻ വർഷങ്ങളായിട്ട് അമ്പലത്തിന് വേണ്ടിയിട്ട് ചെയ്ത എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തോടുള്ള സപ്പോർട്ട് ഞാനിവിടെ പറയുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു വർഷത്തിൽ നമുക്കിവിടെ മെയിൻ്റെനൻസ് സൈഡായിട്ടുള്ള ഓരോ ഇലക്ട്രിക്കൽ റിലേറ്റഡ് അതുപോലെ തന്നെ ബാക്കി ഓരോ ഏരിയാസും അതുപോലെ ലൈറ്റ്സ് ഇടലും കാര്യങ്ങളും അല്ലെങ്കിൽ പ്ലംബിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത വൺ ഓഫ് ദ അതർ പേഴ്സണാണ് അന്വേഷ്. അപ്പോൾ അദ്ദേഹത്തോടുള്ള നന്ദിയും ഞാൻ ഈ ഒരു കൂട്ടത്തിൽ പറഞ്ഞു പോവാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എല്ലാവരും നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത് നമ്മുടെ ഈ ഒരു 2025 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ള ഹോൾ ടീമിനെ ആയിരുന്നു. അവരെന്തൊക്കെയാണ് ചെയ്തത്, ഓരോ മേഖലകൾ എന്തൊക്കെയായിരുന്നു അവർ കവർ ചെയ്തത്, ആസ് എ ടീം ഞങ്ങൾ എന്തായിരുന്നു ഈ ഒരു വർഷം ചെയ്തത് എന്നുള്ളത് നിങ്ങളിലൊന്ന് എത്തിക്കാൻ
എന്നുള്ളതാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. എന്തായാലും 2025 ഒരു വർഷം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും നന്നായിട്ട് തന്നെ ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. നമ്മൾ ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്തത്, നമ്മൾ പ്ലാൻ ചെയ്ത സെറ്റ് ചെയ്ത ഗോളുകൾ ഓരോന്നായിട്ട് നമ്മളത് റീച്ച് ചെയ്യാൻ പറ്റുമ്പോഴാണല്ലോ ആ ഒരു സന്തോഷം വരുന്നത്. അതൊരു പൂർണ്ണ സന്തോഷവാനായിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വർഷം ആസ് എ പ്രസിഡൻറ്റ് ഈ ഒരു അമ്പലത്തിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടർ അല്ലെങ്കിൽ ഈ ഒരു ബോർഡിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മൾ 2025 ഡിസംബർ 31 അപ്പം എല്ലാവർക്കും ഇത് കണ്ട എല്ലാവർക്കും അറിയാം ഈ ഒരു ടീം എന്താണെന്നും അതുപോലെ തന്നെ അവരെന്തൊക്കെ ചെയ്തു എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും ഒരു സപ്പോർട്ടും ഈ ഡിവോട്ടീസായിട്ടുള്ള നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു എന്നത്തെയും ശക്തി എന്ന് പറയുന്നത്. ഇനിയും വരുന്ന വർഷങ്ങളിൽ അമ്പലത്തിൻ്റെ പേര് വലിയ തലങ്ങളിൽ എത്തിക്കാൻ പറ്റിക്കട്ടെ. അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മുടെ നോർത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ ഒരു മലയാളി ഹിന്ദു ടെമ്പിൾ എന്നുള്ള ആ ഒരു ലെവലിലാണ് നമ്മളിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ അടുത്ത തലങ്ങളിൽ എത്തിക്കാൻ പറ്റട്ടെ എന്നുള്ളത് ഗുരുവായൂരപ്പനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ കടാക്ഷവും ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു.